നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കർണാടകയിലെ കുടക് ജില്ലയിലെ ഹള്ളിഘട്ടിലെ CET കോളേജിലെ ഹോസ്റ്റലിലാണ് വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒന്നാം വർഷ AIML അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു ഇത്തരത്തിൽ തൂങ്ങി മരിച്ചത്. ജെസ്സിനി എന്ന 19 വയസ്സുകാരിയാണ് കോളേജ് ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്തത്. പരീക്ഷയിൽ തോറ്റതാണ് കാരണം എന്ന് സൂചിപ്പിക്കുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് സംഭവവുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തു. 3 ദിവസം മുൻപ് ജസ്വിനി സുഹൃത്തുക്കളോടൊപ്പം തൻ്റെ ജന്മദിനം ആഘോഷിച്ചു. ജന്മദിനം ആഘോഷിച്ച 3-ാം ദിവസമാണ് കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും വേദനാജനകമായി മാറിയിരിക്കുകയാണ്. സുഹൃത്തുക്കൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഈ സംഭവം മാറിയിരിക്കുന്നു. അതായത് 3 ദിവസം മുൻപ് കുട്ടിയുടെ ജന്മദിനമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടി സുഹൃത്തുക്കൾക്ക് മധുര വിതരണം ചെയ്തത്. ക്ലാസ്സിലെത്തി. വൈകിട്ട് 4 മണിയോടെ തിരിച്ച് ഹോസ്റ്റലിലെത്തി. 4:30 സഹപാഠി എത്തിയപ്പോൾ വാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. കതകൾ തട്ടി വിളിച്ചു, പക്ഷെ തുറന്നില്ല. ഇതോടെ ഹോസ്റ്റൽ വാർഡനെ വിവരം അറിയിച്ചു. വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് മുറിക്കുള്ളിൽ വിദ്യാർത്ഥിനി തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. അക്ഷരാർത്ഥത്തിൽ ഏവരും ഞെട്ടിത്തരിച്ചുപോയി ഒരു കാഴ്ച കണ്ടിട്ട്. അതായത് ജന്മദിനം, അതിന് 3-ാം നാൾ, അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്കൊക്കെ മധുരം അല്ലെങ്കിൽ ഒരു ചെലവ് ചെയ്തതിന് ശേഷം കുട്ടി ഇത്തരത്തിൽ ഒരു മരണം തിരഞ്ഞെടുക്കുന്നു. പരീക്ഷയ്ക്ക് തോറ്റതാണ് കാരണം എന്നാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്. പൊന്നംപേട്ടെ പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. ആത്മഹത്യാക്കുറിപ്പ് പോലീസാണ് കണ്ടെത്തിയത്. പരീക്ഷയിൽ 6ഓളം വിഷയങ്ങളാണ് കുട്ടി പരാജയപ്പെട്ടത്. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും പരീക്ഷയ്ക്കൊക്കെ തോറ്റാൽ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു മാനസിക വിഷമം, അത് പലപ്പോഴും പല കുട്ടികളും ആത്മഹത്യയിലേക്ക് അത് നയിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമായി സംഭവം മാറിയിരിക്കുകയാണ്. എന്തായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും പലപ്പോഴും പലരും ആത്മഹത്യ തന്നെ ഒരു മാർഗമായി അല്ലെങ്കിൽ ഒരു അവസാന വാക്കായി കാണുന്നു എന്നത് ഏറെ വേദനാജനകം തന്നെയാണ്. അതേസമയം മറ്റൊരു സംഭവം കൂടി നോക്കാം. സ്വന്തം ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ വ്യക്തിക്ക് വധശിക്ഷ വിധിച്ച് കോടതി. ഈ വാർത്തയുടെ വിശദാംശം കൂടി നമുക്ക് നോക്കാം. നരിക്കുനി കുട്ടമ്പൂർ സ്വദേശിനി റഹീനയാണ് ഭർത്താവ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. കേസിലെ പ്രതി നജ്ബുദ്ദീനാണ്. ഇയാളെ കോടതി ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. അതിക്രൂരമായ സംഭവമാണ് അരങ്ങേറിയത്. അഞ്ചപ്പുരയിലുള്ള സ്വന്തം അറവുശാലയിൽ വെച്ചാണ് ഇയാൾ അതിക്രൂരമായി തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത്. 2017 ജൂലൈയിലാണ് ഈ സംഭവം ഉണ്ടായത്. ജൂലൈ 23-ന് ആ ഒരു ദിവസത്തിലാണ് ഭാര്യയെ ഇയാൾ അറവുശാലയിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇത്തരത്തിലൊരു വിധി, വധശിക്ഷ എന്നൊരു വിധിയിലേക്ക് എത്തിയത്. അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AV ടെല്ലസ് ആണ് വിധി പ്രസ്താവന നടത്തിയത്. അഞ്ചപുരയിൽ അറവുശാലയും പൈനിങ്ങൽ ജംഗ്ഷനിൽ ഇറച്ചിക്കടയും നടത്തുന്നയാളാണ് പ്രതിയായ നജ്ബുദ്ദീൻ. ഇയാളുടെ ഭാര്യ റഹീനയുമായി പിണങ്ങിയാണ് ഇയാൾ ആയിരുന്നത്. പിണങ്ങിയതിനെ തുടർന്ന് താമരശ്ശേരി കുടുംബ കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും ഇരുവരും തമ്മിൽ കേസുകളുണ്ടായിരുന്നു. അതായത് കുടുംബ പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ ഇരുവർക്കുമിടയിൽ നിലനിന്നിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ വന്ന് ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കുകയും ഇരു കൂട്ടരും ഒരു രമ്യതയിൽ എത്തുകയും ചെയ്തു. അതേ തുടർന്ന് തന്നെ റഹീനയെ നജ്ബുദ്ദീൻ വീണ്ടും പരപ്പനങ്ങാടിയിലെ തൻ്റെ വാടക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഒരു രമ്യതയിലെത്തിയതും വീണ്ടും അയാൾക്കൊപ്പം റഹീന പോകാനുള്ളൊരു സാഹചര്യം ഒരുങ്ങിയതും. പക്ഷേ നജ്ബുദ്ദീൻ കാളിക്കാവിൽ നിന്ന് മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു. ഇത് റഹീനയെ സംബന്ധിച്ച് വലിയൊരു ആഘാതമാണ് സമ്മാനിച്ചത്. 2ാം ഭാര്യയെ പരപ്പനങ്ങാടിയിലെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുകയും ആദ്യ ഭാര്യയായ റഹീനയെ വാടക വീട്ടിലുമാണ് ഇയാൾ താമസിപ്പിച്ചിരുന്നത്. മാത്രമല്ല ഈ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, കുടുംബ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. കുടുംബ പ്രശ്നങ്ങളെ ചൊല്ലി ഇരുവർക്കുമിടയിൽ തർക്കങ്ങളും ശക്തമാവുകയും ചെയ്തു. കൊലപാതകം നടന്ന ദിവസം എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അറവുശാലയിൽ സ്ഥിരമായി സഹായത്തിന് വരാറുള്ള പണിക്കാരെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ് നജ്ബുദ്ദീൻ അറവുശാലയിലേക്ക് റഹീനയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. പണിക്കാരെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും നീ സഹായത്തിനായി അറവുശാലയിലേക്ക് വരണമെന്നും നജ്ബുദ്ദീൻ റഹീനയോട് ആവശ്യപ്പെടുകയായിരുന്നു. റഹീന ഈ ആവശ്യപ്രകാരം അറവുശാലയിലെത്തി. പുലർച്ചെ 2 മണിയോടെ റഹീന നജ്ബുദ്ദീനോടൊപ്പം ബൈക്കിൽ കയറി അറവുശാലയിലേക്ക് പോയി. റഹീനയുടെ മാതാവ് സുബൈദയും സഹോദരി റിസാനയും ഈ സമയം വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ ആരും അറിഞ്ഞിരുന്നില്ല മരണത്തിലേക്കാണ് റഹീന പോകുന്നതെന്ന്. പിറ്റേന്ന് റഹീനയെ നരിക്കുനിയിലുള്ള സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എത്തിയതായിരുന്നു ഈ സഹോദരിയും അതുപോലെ തന്നെ മാതാവും. ഇവർ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എത്തിയപ്പോഴാണ്
ഈ ഒരു അതിദാരുണമായ കാഴ്ച, അതായത് റഹീന കൊല്ലപ്പെട്ട് കിടക്കുന്ന കാഴ്ച കണ്ടത്. ഈ കൊലപാതകം, അതിക്രൂരമായ കൊലപാതകം നടത്തിയ ശേഷം നജിബുദ്ദീൻ തൃശ്ശൂരിലേക്ക് മുങ്ങുകയുണ്ടായി. അതിനുശേഷം ഇയാൾ പാലക്കാട്, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ ഒളിവിലായിരുന്നു. കയ്യിലുള്ള പണമെല്ലാം തീർന്നു ഈ ഒളിവാസത്തിനിടയിൽ. അതിനിടെ പണമെടുക്കാനായി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യമുണ്ടായി. തിരിച്ച് പണമെടുക്കാനായി വീട്ടിലേക്ക് വരുമ്പോഴാണ് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പ്രതിയെ പോലീസ് പിടികൂടിയത്. പ്രതി നജിബുദ്ദീന് റഹീനയിലുള്ള സംശയരോഗം ഇയാൾക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അതിദാരുണമായ ഒരു കൊലപാതകം, സംശയം, തീർച്ചയായിട്ടും കുടുംബ ബന്ധങ്ങളിലൊക്കെ വിള്ളൽ തീർക്കുന്ന ഒരു വില്ലൻ തന്നെയാണ് ഈ ഒരു സംശയരോഗം. അത് ഈ ഒരു സംഭവത്തിലും ഉണ്ടായിരുന്നു. ഇയാൾക്ക് റഹീനയെ സംശയമുണ്ടായിരുന്നു. അതാണ് അതിക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് കണ്ടെത്തിയത്. സാക്ഷികളില്ലാത്ത കേസായി ഇത് മാറിയിരിക്കുകയാണ്. കാരണം തീർച്ചയായിട്ടും രാത്രിയാണ്, അതായത് അർദ്ധരാത്രിയാണ് ഇയാൾ റഹീനയെ അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അറവുശാലയിലേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ സാക്ഷികളൊന്നുമില്ലാത്ത ഒരു കേസായി ഇത് മാറി. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും മാത്രമാണ് ഈ ഒരു കേസിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിയെ ശിക്ഷിക്കുന്നതിലും ഈ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതിയെ ശിക്ഷിക്കുക എന്നൊരു തരത്തിലേക്ക് എത്തിയത്. അന്വേഷണ സംഘം ഇതെല്ലാം സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും അടക്കം അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KP ഷാജു ആണ് ഹാജരായത്. പ്രോസിക്യൂഷൻ ലൈസൺ ഓഫീസർമാരായ P അബ്ദുൾ ഷുക്കൂർ, ഷാജിമോൾ എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു. താനൂർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന C അലവിയാണ് കേസിൽ അന്വേഷണം നടത്തിയത്. ഇത്തരത്തിൽ എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒരു സംശയത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സ്വന്തം ജീവിത പങ്കാളിക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്ന ഒരു സംശയം, വെറുമൊരു സംശയം മാത്രമായിരിക്കാം. ഈ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊലപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിദാരുണമായി ജീവിത പങ്കാളിയോട് പെരുമാറുന്ന, കൊലപ്പെടുത്തുന്ന എത്രയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വധശിക്ഷ വിധിച്ചത്, വധശിക്ഷയ്ക്ക് പ്രതി അർഹനാണ് എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. വളരെ അപൂർവമായ കേസുകളിൽ മാത്രമേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാറുള്ളൂ. എന്തായാലും ഈ കേസിൽ, അതായത് സ്വന്തം ഭാര്യയെ അറവുശാലയിലേക്ക് കൊണ്ടുപോയി അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. തീർച്ചയായിട്ടും പ്രതി ആ വധശിക്ഷ അർഹിക്കുന്നു എന്ന് തന്നെയാണ് ഇവരും പറയുന്നത്. സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം, അതുപോലെ തന്നെ പല വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഈ ഒരു കേസ് അന്വേഷണത്തിൽ. പക്ഷേ ആ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച അന്വേഷണ സംഘം പ്രതിക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നതും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. അതേസമയം നമ്മുടെ നാട്ടിലുണ്ടായ ഒരുപാട് സംഭവ വികാസങ്ങൾ, ഈ ഇടയ്ക്ക് നമ്മൾ അറിഞ്ഞ ഏറ്റവും നടക്കുന്ന ഒരു വാർത്തയാണ് അമ്മ പുഴയിലെറിഞ്ഞ് സ്വന്തം കുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവം. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ആ മാതാവ് അറസ്റ്റിലായി. പിന്നാലെ പീഡന വിവരം പുറത്തു വരുന്നു. സഹോദരൻ അറസ്റ്റിലായി. ഈ സംഭവമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. തുടരെ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നത് ഏറ്റവും വേദനാജനകം തന്നെയാണ്. അതായത് ഓരോ ദിവസവും ഓരോ കൊലപാതക വാർത്ത, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആൾക്കാരെ കൊലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവരെ മോശം രീതിയിൽ ഉപയോഗിക്കുന്നു, അത്തരത്തിൽ ഒരുപാട് ക്രൂരകൃത്യങ്ങളുടെ വാർത്ത ഓരോ ദിവസവും വർദ്ധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം.